ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ സീറ്റഡ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. സോ സീറ്റഡ് എക്സാമിന് ഈ ടൈം ഡിസ്റ്റൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം, അതൊക്കെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ്? എ മാൻ travel a certain distance by train at 15 km per hour and walk back at 4 km per hour. Then the whole journey took 38 hours. What distance did he travel by train? അതായത് നമ്മുടെ ആള്, ഇപ്പോൾ ആളുടെ പേര് എന്ന് പറയാം, എന്താണ്? രമേശ് എന്നാണ് പുള്ളിയുടെ പേരെന്ന് വിചാരിച്ചോ. ഈ രമേശ് എന്ത് ചെയ്യാണ്? പുള്ളിയുടെ വീട് ഇവിടെയാണ്, ഓഫീസ് ഇവിടെയാണ്. ഓക്കെ, ഓഫീസ് ഇതാണ്. ഓക്കെ, ഈ വീട്ടിൽ നിന്ന് പുള്ളി ഓഫീസിലേക്ക് രാവിലെ പോകുന്നത് എന്തിലാണ്? ട്രെയിനിലാണ്. ട്രെയിനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി 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 പുള്ളി എത്ര സ്പീഡാണ്? എത്ര? 15 കിലോമീറ്റർ പെർ അവർ. പുള്ളി 15 കിലോമീറ്റർ പെർ താണ്ടി അവിടെ എത്തി. എവിടെ? ഈ ഓഫീസിലെത്തി. തിരിച്ചു വന്നതോ? തിരിച്ച് പുള്ളിയിൽ പൈസ ഇല്ലാതെ പുള്ളി നടന്ന് 4 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വന്നു. പുള്ളി രാവിലത്തെയും വൈകിട്ടത്തെയും പുള്ളിയുടെ ട്രിപ്പിന്റെ ടൈം മൊത്തം എടുത്തപ്പോൾ എത്ര മണിക്കൂറുണ്ട്? 38 മണിക്കൂറുണ്ട്. 38 മണിക്കൂർ അത്രയും സമയം എടുത്തു പുള്ളി ഒന്ന് ഓഫീസിൽ പോയി തിരിച്ചു വരാൻ. ഒരു ദിവസത്തേക്ക് കൂടുതൽ എടുത്തു. എന്താണല്ലേ, പുള്ളി ഇപ്പം എന്തോരം നടന്നിട്ടുണ്ടാവും അല്ലേ? സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസിലേക്കുള്ള ദൂരം വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണെന്ന്. സോ നമുക്ക് പറയാം എന്താണ്? വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എടുത്ത ദൂരവും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എടുത്ത ദൂരവും സെയിം ആയിരിക്കുമല്ലോ. നമുക്കതിനെ ഇപ്പോൾ മാത്സിലെ കോമൺ അക്ഷരമായ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 15 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമാണ് നമുക്ക് T1 എന്നെടുക്കാം. 4 കിലോമീറ്റർ സ്പീഡിൽ എക്സ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമിനെ T2 എന്നെടുക്കാം. നമുക്കറിയാം എന്താണ്? T1 പ്ലസ് T2 എന്ന് പറയുന്നത് 38 അവറാണ്. ആണല്ലോ, 38 അവറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും അപ്പോൾ? എക്സ് ബൈ 15 പ്ലസ് എക്സ് ബൈ 4 ഈക്വൽ ടു 38 അവർ. അപ്പോൾ നോക്കിയേ, ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. സോ ഈസി ആയിട്ട് എന്ത് കിട്ടും? നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. നോക്കാം. എക്സ് ബൈ 15 പ്ലസ് എക്സ് ബൈ 4 ഈക്വൽ ടു 38 കിലോമീറ്റർ ആണ്, 38 അവർ ആണ്. സോ എന്ത് കിട്ടാം നമുക്ക്? 19x ബൈ 60 ഈക്വൽ ടു 38 എന്ന് കിട്ടും. ഈ 19ഉം ഈ 38ഉം കട്ടായി, ഇവിടെ 2 വന്നു. സോ എക്സ് ബൈ 60 2 എക്സ് എത്ര വരും? എക്സ് ഈക്വൽ ടു 120 കിലോമീറ്റർ എന്ന് വരും. എത്ര വരും? 120 കിലോമീറ്റർ എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് ആൻസർ ഓപ്ഷൻസിലുള്ള നോക്കാം. നോക്കിയേ, ഓപ്ഷൻ ബി തന്നെയാണ്. എന്ത്? 120 കിലോമീറ്റർ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് എൻ്റെ ആൻസർ കിട്ടി. സോ ആൻസർ വരിക ഓപ്ഷൻ ബി, 120 കിലോമീറ്റർ ആണ്. സോ അതേ മെത്തേഡിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ആൺകൊച്ച് രാവിലെ സ്കൂളിലേക്ക് പോയത് 3 കിലോമീറ്റർ പെർ അവർ സ്പീഡിലും വൈകിട്ട് തിരിച്ച് ഓടി വന്നത് 4 കിലോമീറ്റർ പെർ അവർ സ്പീഡിലുമാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, സ്കൂളിലേക്ക് എല്ലാവർക്കും മടിയാണ്, തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഓടി നല്ല ചോണി തല കുത്തി മറിഞ്ഞൊക്കെ വരും. സോ മൊത്തം പുള്ളി 14 മണിക്കൂർ എടുത്തു അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും കൂടി കൂട്ടി. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ഗ്രാമത്തിൽ നിന്നും ആ സ്കൂളിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ, അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആ സ്കൂളിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ പയ്യന്റെ വീട്. ഇതാണ് സ്കൂള്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് സ്കൂൾ.
ഇവിടെ നിന്ന് പുള്ളി രാവിലെ കാവടിപുള്ളി പോയത് 3 km/h പുള്ളി തിരിച്ച് കാവടിപുള്ളി വന്നത് 4 km/h. മൊത്തം പുള്ളി എടുത്ത ടൈം എത്രയാണ്? 14 hours. മൊത്തം ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ എന്താണ് എക്സ് എടുക്കാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ഇതുപോലെ തന്നെ എത്രയാണ്? എക്സ് ബൈ 3 km/h പ്ലസ് എക്സ് ബൈ 4 ഈക്വൽ ടു 14 എന്നെടുക്കാം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ടൈം. ഓക്കെ, അപ്പൊ എന്ത് വരും? 7x by 12 ഈക്വൽ ടു 14 എന്ന് കിട്ടും. 7x by 12 ഈക്വൽ ടു 14 എന്ന് കിട്ടും. 14ഉം 7ഉം അപ്പം തന്നെ കട്ടാക്കുക, 2 വരും. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? 24 കിലോമീറ്റർ എന്ന് കിട്ടും. 24 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് പുള്ളിയുടെ വീട്ടിൽ, പുള്ളിയുടെ ഗ്രാമത്തിൽ നിന്നും സ്കൂളിലേക്ക് 24 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, സോ ആൻസർ എന്ത് വരും? ആൻസർ വരിക വീണ്ടും എന്താണ്? ഓപ്ഷൻ ബി തന്നെയാണ്, 24 കിലോമീറ്റർ ആണ്. സോ ആൻസർ എല്ലാവർക്കും ഈസിയായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് സീറ്റിന്റെ എക്സാമിനെ കുറിച്ച് പറയാം. സോ നമുക്കറിയാം എന്താണ് എല്ലാ ഒരു കേന്ദ്രീയ വിദ്യാലയം അഥവാ ഒരു CBSE ബേസ്ഡ് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും കയറണമെങ്കിൽ സീറ്ററ്റ് ഇപ്പോൾ അനിവാര്യമാണ് അല്ലേ? സോ സീറ്ററ്റ് എക്സാം എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എല്ലാ വർഷവും 2 തവണ നടക്കുന്ന ഒരു എക്സാമാണ്. സോ കുറേ പേര് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പഠിക്കാൻ. ഓക്കെ, കുറേ പേർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നോ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പഠിച്ചിട്ടും എന്തോ ഒരു മിസ്സിംഗ് ഉള്ള ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. സോ ഇത്തരത്തിലുള്ള ആൾക്ക് ഒരു കോച്ചിങ് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ഈസി ആയിട്ട് സീറ്ററ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതിനൊരു സുവർണ്ണ അവസരമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. സോ സീറ്ററ്റിൻ്റെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിൽ ചേരുന്നതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ കോഴ്സിനെ ബേസ് ചെയ്തുള്ള എല്ലാ ഡൗട്ട്സും, എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. സോ മറ്റു ഡീറ്റെയിൽസും കോഴ്സിനെ പറ്റി മെൻറ്റർഷിപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഈ വർഷം സെറ്റ് ക്രാക്ക് ചെയ്യാം. സോ നിങ്ങൾ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഇത്. നോക്കിയേ, എ മാൻ കുഡ് സീ 800 meter ഡ്യൂറിങ് ഫോഗ് വെൻ ഹി വാസ് മൂവിങ് 4 km/h. He saw a train coming from behind and disappeared at 3 minutes. If the length of the train is 400 meter, find the speed of the train. അതായത് നമ്മുടെ ചേട്ടൻ നല്ല തണുത്ത മഞ്ഞുള്ള രാത്രിയിൽ ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഓടുന്ന സമയത്ത് പുള്ളിക്ക് നല്ല മൂടൽമഞ്ഞ. പുള്ളിക്ക് മൂടൽമഞ്ഞ എത്ര ഉണ്ടെങ്കിലും പുള്ളിക്ക് ഒരു 800 മീറ്റർ മുമ്പിലും 800 മീറ്റർ പിന്നിലും നല്ല ക്ലിയർ ആയിട്ട് കാണാം. പുള്ളിക്ക് നല്ല കാഴ്ചശക്തിയാണ്. ഇത്രയും കാഴ്ചശക്തി ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ നമ്മളെവിടെ എത്തിയേനെ അല്ലേ? ഞാനിങ്ങനെ കണടാക്കിയിട്ട് വരില്ലായിരുന്നു അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട് ആ പുള്ളിക്ക് ആ മൂടൽമഞ്ഞിൽ. അപ്പോൾ നോക്കിയേ, പുള്ളി ഇങ്ങനെ പുള്ളി 4 km/h സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? ബാക്കിൽ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. പുള്ളി ആ ട്രെയിൻ കണ്ടു. പുള്ളിനെ മൊത്തം എത്രയാണ്? ഒരു 3 മിനിറ്റ് കൊണ്ട് പുള്ളി ആ ട്രെയിനോട് കടന്നുപോയി. ഒരു 3 മിനിറ്റ് കൊണ്ട് ആ ട്രെയിൻ ഇത്രയും ദൂരം കടന്നങ്ങോട്ട് പോയി. അങ്ങനെയാണ് ട്രെയിനിന് നീളം തന്നിട്ടുണ്ട്. എത്രയാ ട്രെയിനിന് നീളം തന്നേക്കുന്നത്? എത്രയാണ്? 400 മീറ്റർ ആണ്. ട്രെയിനിന്റെ നീളം 400 മീറ്റർ ഉണ്ടെങ്കിൽ ആ ട്രെയിനിന്റെ സഞ്ചരിക്കുന്ന ആ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താണ്? നമ്മുടെ ചേട്ടൻ ഇവിടെ നിൽക്കാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഈ ചേട്ടൻ്റെ പേരാണ് പുരുഷു. ഓക്കെ, ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കാണ്. ചേട്ടന് വിസിബിലിറ്റി വളർന്നതാണ്. ഇവിടെ ഒരു 800 മീറ്റർ കാണാം, ഇങ്ങോട്ടൊരു 800 മീറ്റർ കാണാം. ഓക്കെ, ഒരു ട്രെയിൻ ഇങ്ങനെ വന്നു, ഇവിടെ മുട്ടി, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ദൂരം കടന്ന് ട്രെയിൻ ഫുള്ളായിട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആയത് വെറും 3 മിനിറ്റ് കൊണ്ടാണ്. ഈ പുള്ളി വെറുതെ 4 km/h സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ 3 മിനിറ്റ് കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത്? ട്രെയിൻ എത്ര ദൂരം മൊത്തം സഞ്ചരിച്ചു? ട്രെയിൻ ഈ 1600 മീറ്റർ, ഈ 800 മീറ്റർ ചേർന്ന 1600 മീറ്ററും
ഒപ്പം തന്നെ എന്ത് സഞ്ചരിച്ചു? ട്രെയിനിന്റെ നീളവും സഞ്ചരിക്കും. ഓക്കെ, ഈ 1600 മീറ്ററും ഒപ്പം ട്രെയിനിന്റെ നീളമായ 400 മീറ്റർ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാലേ പുള്ളിയുടെ കാഴ്ചയിൽ നിന്ന് മങ്ങി പോകട്ടുള്ളൂ. എഞ്ചിൻ ഈ 800 മീറ്റർ പുറത്തു പോയെന്ന് പറഞ്ഞ് ഈ ട്രെയിൻ കാണാതാവുന്നില്ലല്ലോ, ഡിസപ്പിയർ ആവുന്നില്ലല്ലോ. ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗിയും ആ മൂടൽമഞ്ഞിൽ മറഞ്ഞു പോകണം. അപ്പൊ എന്താണ്, ട്രെയിനിന്റെ അത്രയും ദൂരം, എന്നാലും ട്രെയിനിന്റെ നീളത്തിന് അത്രയും ദൂരം തന്നെ ഒന്നുകൂടി ഓടിയിട്ടുണ്ട് ട്രെയിനിന്റെ എഞ്ചിൻ. സോ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 2000 മീറ്റർ ആണ്. 2000 മീറ്റർ എത്ര നേരോട് സഞ്ചരിച്ചു? 3 മിനിറ്റ് കൊണ്ട്. 3 മിനിറ്റ് കൊണ്ട് 2000 മീറ്റർ സഞ്ചരിച്ചു. 3 മിനിറ്റ് കൊണ്ട് 2000 മീറ്റർ സഞ്ചരിച്ചാൽ എത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഇടുന്ന വെച്ചേക്കണേ. അപ്പൊ ഒന്നാണ് 2000 മീറ്റർ ബൈ 3 മിനിറ്റ്. നമുക്ക് ഈ 2000 മീറ്ററിന് എന്താക്കണം? ഫസ്റ്റ് കിലോമീറ്ററിലേക്ക് ആക്കണം. 2000 മീറ്റർ എത്ര കിലോമീറ്റർ ആണ്? 2 കിലോമീറ്റർ ആണ്. 3 മിനിറ്റിന് എന്താക്കണം? നമുക്ക് അവറിലേക്ക് മാറ്റണം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. സോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/60. 3/60. സോ എന്താ എഴുതാം? 2 × 60/3 എന്ന് എഴുതാം. കട്ട് ചെയ്യുക. ഇവിടെ എന്ത് വരും? 20 വരും. സോ 40 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇത് ഫൈനൽ ആൻസർ ആയോ? ആയില്ല. കാരണം എന്താണ്? ഇത് ആള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ അനങ്ങാണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് ഇതാണെന്ന് പറയാം. പക്ഷെ ആൾ അനങ്ങാണ്ട് നിൽക്കല്ല അവിടെ. ആള് 4 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സെയിം ഡയറക്ഷനിൽ ട്രെയിൻ പോകണം, അതേ ദിശയിൽ നടക്കാണ്. ഇങ്ങനെ ട്രെയിൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഈ പുള്ളി ചേട്ടന് ഇങ്ങനെ നടക്കാണ് 4 കിലോമീറ്റർ സ്പീഡിൽ. അപ്പം തന്നെ മനസ്സിലാക്കാം എന്താണ് എഫക്റ്റീവ് സ്പീഡ് ഉണ്ട് അവിടെ. എഫക്റ്റീവ് സ്പീഡ് ഉണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എഫക്റ്റീവ് സ്പീഡ് എങ്ങനെയാണ്? 2 സ്പീഡുകളുടെയും ഡിഫറൻസ് ആണ്. അതായത് സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് സ്പീഡ് ഓഫ് മാൻ ആണ് എന്ത്? ഈ 40 kmph എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് സ്പീഡ് ഓഫ് മാൻ എത്രയാണെന്നറിയാം? 4 കിലോമീറ്റർ പെർ അവർ ആണെന്നറിയാം. സോ സ്പീഡ് ഓഫ് ട്രെയിൻ എന്താ വരിക? 40 + 4 വിച്ച് ഇസ് ഈക്വൽ ടു 44 kmph എന്ന് കിട്ടും. 44 kmph എന്ന് കിട്ടും. 44 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ സി ആണ്. 44 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ വരിക. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നുമെങ്കിലും അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ശരിക്കും കുറച്ച് ബേസിക്സ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? നമുക്ക് ആ ഡയഗ്രം നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. സോ ഡയഗ്രം വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ചോദ്യമാണ് നോക്കിയേ. AB എന്നൊരു ടണലുണ്ട്. ആ ടണലിലേക്ക് ഒരു ട്രെയിൻ ഇങ്ങനെ വരികയാണ്. ട്രെയിനിൻ്റെ അകത്ത് ആരുണ്ട്? നമ്മുടെ പൂച്ചസാർ ഇരിപ്പുണ്ട്. പൂച്ചസാറിന് ഡേഞ്ചറസ്. സോ പൂച്ചസാർ എവിടെ ഇരിക്കുന്നേ? 3/8 ഡിസ്റ്റൻസ് ഫ്രം എയിൽ നിന്നും എൻട്രൻസിൽ നിന്നും ഒരു 3/8 ദൂരം അകത്താണ് എന്ത് ഇരിക്കുന്നത്? പൂച്ചസാർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഒച്ച പൂച്ച കേൾക്കുന്നത്. പൂച്ചയ്ക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എയുടെ അടുത്തേക്ക്, ട്രെയിൻ എ വഴിയാണ് വരുന്നത്, ഒന്നെങ്കിൽ ആ എയുടെ അടുത്തേക്ക് ഓടി വരാം, അല്ലെങ്കിൽ ഓടി ബിയുടെ അടുത്തേക്ക് പോകാം. എങ്ങനെ പോയാലും പൂച്ചേനെ ട്രെയിൻ ഇടിക്കും. അപ്പോൾ ഈ പൂച്ച ഈ ഹോണടി കേട്ട് ട്രെയിനിൻ്റെ അടുത്തേക്ക് ഓടി എയുടെ അടുത്തേക്ക് ഓടി വന്നാൽ എയിൽ പൂച്ച എത്തുമ്പോഴേക്കും ട്രെയിനും എവിടെ എത്തും? എയിലെത്തും. പൂച്ചേനെ അടിച്ച് പൂച്ച ഡെഡ്. അടുത്തത്, ഈ പൂച്ച ഓടി ബിയിലേക്ക് എത്തി എങ്കിൽ അവിടെയും ട്രെയിൻ അപ്പോഴേക്കും ഓടിയെത്തും. അങ്ങനെയാണെങ്കിൽ അവിടെയും പൂച്ച ഡെഡ്. ഇങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൻ്റെ സ്പീഡും പൂച്ചയുടെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഡയഗ്രം വെച്ചാൽ പഠിക്കാം. ഓക്കെ, നമുക്ക് ഡയഗ്രം വെച്ച് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ടണൽ. എന്ത്? AB. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഈ പൂച്ചസാറ് നമ്മുടെ ട്രെയിനിൻ്റെ വിസിലേക്കണത് ഈ ട്രെയിൻ ഏകദേശം ഒരു Y ഡിസ്റ്റൻസ് അകലുള്ളപ്പോഴാണ്. ഓക്കെ, Y ഡിസ്റ്റൻസ് അകലുള്ളപ്പോഴാണ്. നോക്കാം. ഇപ്പോൾ പൂച്ചസാർ ഇരിക്കുന്നത് ഒരു 3/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 3/8 അകലെയാണ് പൂച്ചസാർ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഈ ടണലിലെ നീളം 8 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഈ ടണലിലെ നീളം 8 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ പൂച്ചസാർ ഇരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ
3 കിലോമീറ്റർ കഴിയുമ്പോഴാണ് പൂച്ച സാർ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വൈ എന്ന ഈ പോയിന്റ് നമുക്കിപ്പോൾ ഒ എന്ന് വിളിക്കാം. ഒ എത്തിയപ്പോൾ ട്രെയിൻ വിസിലടിച്ചു. പൂച്ച സാറ് ഇവിടെ നിന്നാ വിസിൽ കേട്ടു. പൂച്ച സാർ ഓടിപ്പിടിച്ച് എവിടെ എത്തി? ഫസ്റ്റ് എയിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ എന്താണ്? ട്രെയിൻ ഓടിയും എവിടെ എത്തി? എയിലെത്തി. എവിടെ നിന്ന്? ഓയിൽ നിന്നും എയിലേക്കുള്ള ദൂരം വൈ ആണ്. ട്രെയിനിന്റെ സ്പീഡ് ക്യാപിറ്റൽ ലെറ്റർ ടി ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? സി എന്ന് വിളിക്കാം. സിയിൽ നിന്ന് പൂച്ച ഓടി എയിലെത്തി. ദൂരം എത്രയാണ്? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഓടി എത്തി. പൂച്ചയുടെ സ്പീഡ് ക്യാപിറ്റൽ ലെറ്റർ സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എടുത്ത ടൈം ഒന്ന് നോക്കാം. നോക്കിയേ, ഓയിൽ നിന്നും എയിലേക്ക് ട്രെയിൻ ഓടിയെത്താനും സിയിൽ നിന്നും എയിലേക്ക് പൂച്ച ഓടിയെത്താനും എടുത്ത ടൈം എന്താണ്? സെയിം ടൈം അല്ലേ? ഒരേ സമയത്ത് അവിടെ എത്തിയോണ്ട് രണ്ടുപേരും കൂട്ടി ഇടിച്ചത്, പൂച്ച ഡെഡ് ആയതും. സോ എന്ത് എഴുതാം? വൈ ബൈ കാരണം ഓയിൽ നിന്ന് ഏക്കുള്ള ദൂരം വൈ ആണ്. വൈ ബൈ ടി ഇസ് ഈക്വൽ ടു എന്താണ്? 3/c എന്ന് എഴുതാം. വൈ ബൈ ടി ഇസ് ഈക്വൽ ടു 3/c എന്ന് എഴുതാം. ഇതിനെന്താക്കി എടുക്കുക? ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക. ഇനി അടുത്തെന്താ പറയുന്നത്? പൂച്ച സാറ് എയിലേക്ക് ഓടാണ്ട് നേരെ ബിയിലേക്ക് ഓടിയെന്ന് വിചാരിക്കാം. ഓക്കെ, എയിലേക്ക് ഓടാതെ നേരെ ബിയിലേക്ക് ഓടി. എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ ആണെങ്കിൽ സിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? മൊത്തം 8 അല്ലേ? സോ ഇത് എത്ര വരും? 5 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 5 കിലോമീറ്റർ വരും. കിലോമീറ്റർ പെർ അവർ അല്ല, കിലോമീറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ പൂച്ച സിയിൽ നിന്ന് ബിയിലേക്ക് ഓടാനെടുത്ത അതേ സമയം കൊണ്ട് ഈ ഓയിൽ കിടന്ന ഈ നമ്മുടെ ട്രെയിൻ ചേട്ടൻ നേരെ എവിടെ എത്തി? ബിയിലെത്തി. അവിടെയും വെച്ച് എന്താണ്? പൂച്ചേനെ ട്രെയിൻ ഇടിച്ചു. പൂച്ച അവിടെയും ഡെഡാണ്. ഓക്കെ, സോ എന്താണ്? ട്രെയിൻ ഓയിൽ നിന്ന് ബി വരെ എത്തിയെങ്കിൽ ട്രെയിൻ മൊത്തം ഓടിയത് എത്രയാണ്? y+8 കിലോമീറ്റേഴ്സ് ആണ്. y+8 കിലോമീറ്റേഴ്സ് ആണ്. സ്പീഡ് എന്താണ്? ടി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതെന്താണ്? പൂച്ച ഓടിയത് എത്രയാണ്? 5 കിലോമീറ്റർ ആണ് വിത്ത് എ സ്പീഡ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പൊ നോക്കിയാൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി, സിയിലും ഡിയിലും ഉള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക? 1/2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും നോക്കാം. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ചെയ്യാൻ പോകണം. നമുക്ക് എന്ത് വരും? y/y+8 ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. സോ എന്ത് വരും? 5y is equal to 3y plus 24 എന്ന് വരും. സോ എന്ത് വരും? 2y equal to 24, y equal to 12 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് y എന്ന പോയിന്റ് 12 കിലോമീറ്റർ അകലെയാണ്. നമുക്ക് ആൻസർ ആയിട്ടില്ല, നമുക്ക് റേഷ്യോ കിട്ടിയിട്ടില്ല. നമുക്ക് റേഷ്യോയിലേക്ക് എത്തണല്ലോ. T/C വേണ്ടത് നമുക്ക്. അപ്പൊ എന്ത് വരും? ട്രെയിനിന്റെയും കാറ്റിന്റെയും സ്പീഡ് റേഷ്യോ മീൻസ് എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 4:1 ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, വേറെ ഏതെങ്കിലും ടോപ്പിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.